ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചപ്പാത്തിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി സവാള നല്ലോണം ഒന്ന് അങ്ങ് വേണ്ടെന്ന് നമുക്ക് വരണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും നമുക്ക് തക്കാളിയും വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടി കിട്ടിയാൽ മാത്രം മതിയേ. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ലോണം ഇതേപോലെ അങ്ങ് ഉടച്ചെടുക്കാമേ. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ ആവശ്യത്തിനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലമാവ് മിക്സ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അത് നല്ലോണം ഒന്ന് തിളച്ച് കടലമാവിന്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും കൂടെ ഒന്ന് തൂകിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കടലമാവ് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തണുക്കും തോറും നല്ല കട്ടിയാവുമേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചെറുതായിട്ടൊന്ന് ലൂസായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കൂ. താങ്ക്